കൈ താടാ. എന്തിനാന്നൂടെ പറയാം. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? കൈ താടോ. നീ താ, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഉറപ്പാണോ? തരൂലെന്ന് ഉറപ്പാണോ? എന്റെ മുഖത്തോട് നോക്ക്. തരൂല. തരത്തില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ 1 മിനിറ്റ് കൊണ്ട് എൻ്റെ അപ്പ ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഏതൊക്കെയോ വശത്ത് ഞാൻ വിചാരിച്ച്, ഞാൻ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചു കൂട്ടി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇന്നളിയണ്ട, വിട്. ജാസ്മിൻ ഓൾ ഓക്കെ? വീട്ടില് അത്താക്കൊരു മേജർ അറ്റാക്ക് വന്നായിരുന്നു. അതിനുശേഷം വേറെ കുറെ ബ്ലോക്ക് ഉണ്ട്. അതെ, അതിലൊരു ബ്ലോക്ക് കളയണമെന്ന് പറഞ്ഞായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അത് ഞാൻ വരുന്നവരെ പ്രശ്നമില്ലായിരുന്നു. ഒരെണ്ണപ്പോ പെട്ടെന്ന് കൂടി സർജറി ചെയ്യണം. പിന്നെയാണ് ട്വിസ്റ്റ് വന്നത്. ജാസ്മിന്റെ ഗെയിം ചേഞ്ചർ ആയ ജാസ്മിന്റെ ഉപ്പ വിളിക്കുകയാണ്. ഞാൻ അപ്പോഴും ഇങ്ങനെ ചിന്തിച്ചെന്നറിയോ, ഉപ്പാക്ക് ബ്ലോക്ക് ഉണ്ട്, ഉപ്പ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയും. ഉപ്പനെ വിളിച്ച് പറയൂ. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.